ഇനി ഇരുന്നിട്ടുള്ള ചെയ്യാം. 2 കാല് അകത്തി വെച്ചിരിക്കുക, 2 കൈയും പുറകിലേക്ക്. ഇരുന്നിട്ട് റിലാക്സ് ചെയ്യുമ്പോഴും ശ്വാസം എടുക്കും വയറിങ്ങനെ വീർക്കുന്നതും ശ്വാസം വിടുമ്പോൾ താഴ്ന്ന ശ്രദ്ധിക്കുക. ബലം പിടിക്കണ്ട, പതുക്കെ ശ്വാസം എടുക്കുമ്പോൾ വീർക്കുന്നു, ശ്വാസം വിടുമ്പോൾ താഴേക്കും. 2 കാലും ശരിക്കകത്തി വെക്കുക, 2 കൈയും മുകളിലേക്ക്. ശ്വാസം വിടുമ്പോൾ 2 കൈയും വലത് കാലിൻ്റെ അടുത്തേക്ക് തല കുനിക്കണം, വളരെ പതുക്കെ. ശ്വാസം എടുക്കുമ്പോൾ നേരെ കുറച്ച് പുറകിലോട്ട് വളയാം, ഇത്തിരി മാത്രം. ശ്വാസം വിടുമ്പോൾ ഇടത്തേക്ക് വളരെ പതുക്കെ, എടുക്കുമ്പോൾ നേരെ മാറി മാറി, വലത് ഇടത്. ശ്വാസം വിടുമ്പോൾ സൈഡിലേക്ക്, എടുക്കുമ്പോൾ നേരെ, വിടുമ്പോൾ സൈഡിലേക്ക്, എടുക്കുമ്പോൾ നേരെ, മാറി മാറി ചെയ്യാം. സമയം എടുത്ത് ചെയ്യാം കേട്ടോ. തുടക്കക്കാർ പതുക്കെ ചെയ്യണം, ഒട്ടും ബലം കൊടുക്കരുത്, ഒട്ടും ബലം കൊടുക്കണ്ട. എണ്ണം കുറച്ച് ചെയ്യുക. ക്ഷീണം തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കുക. ഇവർ ചെയ്യുന്ന അത്ര ചെയ്യാൻ വേണ്ട. നേരെ വരിക, ഒരു സൈഡിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. തല കുനിച്ചോളൂ. നേരെ അടുത്ത സൈഡ്. നേരെ 2 കൈ നിവർത്തി വെച്ചോളൂ. ശ്വാസം എടുത്തു. ശ്വാസം വിടുമ്പോൾ വലത്ത് കൈ ഇടത് കാലും തൊടാൻ നോക്കുക. ശ്വാസം എടുത്ത് നേരെ, ശ്വാസം വിട്ട് ഇടത് കൈ വലത് കാലുമ്പോൾ നേരെ, മാറി മാറി. വളരെ പതുക്കെ ചെയ്യുക. തുടക്കക്കാർ തൊടാൻ നോക്കണ്ട, കാൽപാദമ്പോൾ തൊടാൻ നോക്കണ്ട. പതുക്കെ മുട്ടുകാലിൻ്റെ അടുത്ത് വരെ കൊണ്ടുവന്നാൽ മതി. എണ്ണം കുറച്ച് ചെയ്താൽ മതി, പതുക്കെ ചെയ്താൽ മതി, ബലം കൊടുക്കരുത്. ഒരു സൈഡിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നേരെ അടുത്ത സൈഡ്. നേരെ ചപ്പാത്തി വർത്തനം ചെയ്തോളൂ. 2 കൈയും കാലിന് നടുക്ക് വെക്കുന്നു. ശ്വാസം എടുത്ത് ശ്വാസം വിടുമ്പോൾ മുമ്പിലേക്ക് ഇങ്ങനെ കുനിയുക, ചപ്പാത്തി വർത്തുന്ന പോലെ. ശ്വാസം എടുക്കുമ്പോൾ നേരെ, ശ്വാസം വിട്ട് മുമ്പിലേക്ക് ആയിരുന്നു. ശ്വാസം എടുക്കുമ്പോൾ നേരെ. കൈ തൊട്ടില്ല എന്നുള്ള പോലെ കേട്ടോ, തൊട്ടില്ല എന്നുള്ള പോലെ. കൈവിന് പൊങ്ങണ്ട. ശ്വാസം വിട്ട് മുമ്പിലേക്ക് വളയുന്നു, എടുക്കുമ്പോൾ നേരെ. മുൻപിലേക്ക് വളയുക, തല കുനിച്ചോളൂ, മെയിൻറ്റെയിൻ ചെയ്യാം. തുടക്കക്കാർ എന്ത് ചെയ്യുമ്പോൾ ബലം കൊടുക്കരുത്, പതുക്കെ തന്നെ ചെയ്യാം. നേരെ വരിക, വിശ്രമിച്ചോളൂ. ക്ഷീണം മാറിയിട്ട് മാത്രം അടുത്തത് ചെയ്യുക കേട്ടോ. അടുത്തത് ഭുവനമനാസന. 2 കാല് അകത്തി വെച്ച് ചെയ്യുക. ആദ്യം വലത്തേക്ക് ശ്വാസം വിടുന്നു, കുനിക്കാൻ നോക്കുക. ശ്വാസം എടുത്ത് നേരെ വരുന്നു. ശ്വാസം വിട്ട് മുമ്പിലേക്ക് വളയുക, തല കുനിച്ചോളൂ. ശ്വാസം എടുത്ത് നേരെ, ശ്വാസം വിട്ട് ഇടത്തേക്ക് തല കുനിക്കുക. ശ്വാസം എടുത്ത് നേരെ, ശ്വാസം വിട്ട് മുമ്പിലേക്ക് വളയുക, തല കുനിക്കുക. ശ്വാസം എടുത്ത് നേരെ, ശ്വാസം വിട്ട് വലത്തേക്ക്. ശ്വാസം എടുക്കുന്നു നേരെ, ശ്വാസം വിടുന്നു മുമ്പിലേക്ക്. ശ്വാസം എടുക്കുന്നു നേരെ, ശ്വാസം വിടുന്നു ഇടത്തേക്ക്. ശ്വാസം എടുക്കുന്നു നേരെ, ശ്വാസം വിടുന്നു മുമ്പിലേക്ക്, തല കുനിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. നേരെ ശ്വാസം വിടുന്നു വലത്തേക്ക്, മെയിൻറ്റെയിൻ ചെയ്യുക. നേരെ
ശ്വാസം വിടുന്നു മുമ്പിലേക്ക്, ശ്വാസം എടുക്കാൻ നേരെ, ശ്വാസം വിടുന്നു ഇടത്തേക്ക്, മെയിൻറ്റെയിൻ ചെയ്യാം. നേരെ വിശ്രമിച്ചോളൂ. രണ്ട് കാലും ചെറിയ അകത്തിലേക്ക്, രണ്ട് കൈയും പുറകിലേക്ക്. പശ്ചിമോത്താസനം ചെയ്യാം കേട്ടോ. രണ്ട് കാലം ചേർത്ത് വെച്ചോ. ശ്വാസം എടുക്കുമ്പോൾ മുകളിലേക്ക്, ശ്വാസം വിടുന്നു മുമ്പിലേക്ക് വളയുക. തുടക്കക്കാർ ബ്രീത്തിങ് ആയിട്ട് ചെയ്യുക കേട്ടോ. മുകളിലേക്ക് ശ്വാസം എടുക്കുന്നു, ശ്വാസം വിട്ട് മുമ്പിലേക്ക് വളയുക. വെയിറ്റ് കുറയണം എന്നുള്ളവരും തുടക്കക്കാരും ബ്രീത്തിങ് ആയിട്ട് ചെയ്യുക. അല്ലാത്തവർ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ പതുക്കെ കൈക്ക് ബലം കൊടുത്ത് മുമ്പിലേക്ക് ആഞ്ഞു കൊടുത്ത് നെറ്റി മുട്ടുകാലിനടുത്തേക്ക് കൊണ്ടുവരിക. മുട്ടുകാലും മടങ്ങരുത്. മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. നേരെ വരിക, വിശ്രമിച്ചോളൂ. ഉഷ്ട്രാസനം ചെയ്യാറുള്ളവർ മാത്രം ചെയ്യാം. മുട്ടുകാലിന് നല്ല വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. തുടക്കത്തിൽ ഒരു കൈ മാത്രം പിടിച്ചാൽ മതി. പകുതിയായിട്ടും ചെയ്യാം. അതായത് കാലുമ്മ തൊടാതെ അരക്കെട്ടുമ്പോൾ മാത്രം കൈ പിടിച്ചും ചെയ്യാം. എങ്ങനെയാണോ പറ്റുന്നത് അതേപോലെ ചെയ്യാം. ബലം പിടിച്ച് ചെയ്യരുത്. നടുവേദന ഉള്ളവർ ഒട്ടും ബലം കൊടുക്കരുത്. അത് വളയുകയും ചെയ്യേണ്ട പുറകോട്ട് കേട്ടോ. ശ്രദ്ധിക്കാതെ. ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ മാത്രം ചെയ്യേണ്ടതാണ്. 3-4 മാസമെങ്കിലും ആയെങ്കിൽ മാത്രം കുറച്ച് ബലം കൊടുത്ത് ചെയ്യാം. സ്ഥിരം ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ ചെയ്യുക. ഇടയ്ക്ക് വന്നിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യരുത്. നേരെ വരിക, വിശ്രമിച്ചോളൂ. രണ്ട് കാലം ചേർത്ത് വെക്കുക. അടുത്ത വക്രാസനം ചെയ്യുക. വലത് കാലം മടക്കി, രണ്ട് കൈയും പുറകിലാണ് കേട്ടോ. ഇടത് കൈ ഉയർത്താം. ശ്വാസം എടുത്ത് മുകളിലേക്ക്. ശ്വാസം വിടുമ്പോൾ കാലിൻ്റെ നിൻ്റെ അകത്തൂടെ കൈ വെച്ചു. വലത് ഷോൾഡറിൻ്റെ പുറകിലേക്ക് നോക്കാം. മെയിൻറ്റെയിൻ ചെയ്യാം. നേരെ വരിക. ഇനി ഇടത് കാലം മടക്കി വലത് കൈ ഉയർത്തുക. ശ്വാസം വിടുമ്പോൾ കാലിൻ്റെ അതിൻ്റെ അകത്തോടെ കൈ വെച്ചു. പുറകിലേക്ക് നോക്കാം. മെയിൻറ്റെയിൻ ചെയ്യാം. നേരെ വരിക, ശ്രമിച്ചോളൂ. സിംഹാസനം ചെയ്യാം കേട്ടോ. മുട്ടുകാലം മടക്കി ഇരുന്നോളൂ. അറിയാത്തവർ ചെയ്യേണ്ട ഇത് കണ്ടിരുന്നാൽ മതി.
2 കാൽപാദവും അടുത്ത് വെക്കുന്നു, 2 മുട്ടുകാലുകളും അകത്തി വെക്കുക, 2 കൈയും കുത്തി 2 കൈക്കും ബലം കൊടുത്ത് ഷോൾഡർ പൊങ്ങി തല പൊങ്ങി മുകളിലേക്ക് നോക്കുന്നു, കണ്ണടച്ചിരിക്കുക. മൂക്കിലൂടെ തന്നെ ശ്വാസം എടുക്കുന്നു, മൂക്കിലൂടെ തന്നെ വിടുക. പതുക്കെ ശ്വാസം എടുക്കുന്നു, പതുക്കെ ശ്വാസം വിടുക. ഇനി സിംഹഗർജനം ചെയ്യാം. മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, വായിലൂടെ ശ്വാസം വിടുന്നു, നാക്ക് പുറത്തേക്ക് ഇടണം. പതുക്കെ മതി, പക്ഷെ മുഴുവനായിട്ട് ശക്തിയായിട്ട് അവസാനത്തെ ശ്വാസം ശക്തിയായിട്ട് വിടണം. മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, പതുക്കെ മുഴുവനായിട്ട് എടുക്കുന്നു. ശ്വാസം വിടുമ്പോഴത്തേക്കും നാവ് പുറത്തേക്ക് പരമാവധി താഴ്ന്ന് ശ്വാസം പുറത്തേക്ക് വന്നു. പതുക്കെ പതുക്കെ ശ്വാസം വിട്ട് 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 നാക്ക് മുഴുവൻ പുറത്താണ്. അവസാനം ആകുമ്പോഴത്തേക്കും ഒന്ന് ശക്തി കൊടുത്തിട്ട് ഒന്നും കൂടി ശ്വാസം വിടുക. മതി, വായടച്ചു പിടിച്ചോളൂ. നേരെ ഇരുന്നു കേട്ടോ, പ്രാണായാമം ചെയ്യാം. ചിന്മുദ്ര സ്ഥിരം ചെയ്യുന്നവർ മാത്രം എല്ലാം ചെയ്യാം കേട്ടോ, അല്ലാത്തവർ എല്ലാം ചെയ്യണ്ട.